DM's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്, കണ്ണൂരാണ് ഉള്ളത്. ഇപ്പോൾ സമയം ഒരു 7 മണിയായി രാവിലെ. എണീറ്റ് ഇപ്പം ബ്രഷൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് ഉമ്മർത്തിരുന്ന് ഇങ്ങനെ കാഴ്ച കാണാം. ഭയങ്കര മഴയാണ്. എല്ലാം ഒന്ന് തോർന്നു കഴിഞ്ഞിട്ട് വേറൊരു സ്പെഷ്യൽ ഏരിയയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുണ്ട്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും അവിടെ പോവും. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്കൊന്ന് മഴ ഒന്ന് തോരട്ടെ, നമുക്ക് ഒന്നിച്ച് നടന്ന് പോയി കാണാം കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ മഴ കാണിക്കാം, വാ. കാണുന്നുണ്ടോ? വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. 3-4 ദിവസമായി കേട്ടോ, നോൺ സ്റ്റോപ്പ് മഴയാണ്. എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? ഇതാട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആകാശമൊക്കെ കാണാമല്ലോ. മുന്നേ ആകാശമൊന്നും കാണൂലായിരുന്നു, നിറയെ കവുങ്ങായിരുന്നു. കവുങ്ങ്, നിങ്ങളും കവുങ്ങ് എന്നല്ലേ പറയാം, കവുങ്ങ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ അടക്കയുള്ള മരം. ഇനി വേറെ എന്തെങ്കിലും പേര് നിങ്ങൾ പറയുമെന്നുള്ള എനിക്കറിയാത്തതുകൊണ്ട് കേട്ടോ. അത് ഫുള്ളുണ്ടായിരുന്നു. പക്ഷേ ഓരോ കാലവർഷം വരുമ്പോൾ, കാറ്റൊക്കെ വരുമ്പോൾ കണ്ടോ, അതിൻ്റെ ഓരോന്നോരോന്ന് നിൽക്കുന്നുണ്ട്. അത്ര ലെങ്ത്തിൽ പോകുന്നുണ്ട്. കാറ്റ് വരുമ്പോൾ അതൊക്കെ ആടി ഒളിഞ്ഞ് ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിപ്പോവും. ഇങ്ങനെ പൊട്ടി പോയിട്ടും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ കാലാവസ്ഥയല്ലേ, എന്തൊക്കെയോ അല്ലേ. അപ്പോൾ കൃഷികളൊക്കെ ഒരുപാട് നശിച്ചു പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ആകാശമൊന്നും കാണൂലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ടെൻഷനൊക്കെ ഫ്രീ ആവുന്ന പോലെ, ഒരു റിലീഫ് കിട്ടുന്ന പോലെ ഭയങ്കര ഒരു സുഖം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്ഥലത്തേക്ക് പോവാം. ഒന്ന് മഴ തോരട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ നിങ്ങളെയും കൊണ്ട് പോകേ. ഇതുണ്ടോ, മഴ പെയ്ത് ഇങ്ങനെ വഴുതും. അമ്മ കുമ്മായി ഇടും കേട്ടോ. ഫുള്ളിങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ വഴുതുമ്പോൾ പായൽ പിടിക്കുമ്പോൾ ഭയങ്കര വഴുതിച്ചാൽ അപ്പം അമ്മ ഫുള്ള് കുമ്മായി ഇടും. ഇല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ചെറുന്ന് പറഞ്ഞിട്ട് അങ്ങ് വഴുതിപ്പോവും. ഞാൻ എൻ്റെ വീടിൻ്റെ വ്യൂ പുറത്തുനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നടന്നു പോയി. കുഞ്ഞു വീടാട്ടോ, ഒരുപാട് പഴക്കമുണ്ട്. 35 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ അടുത്ത് നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചു, അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉപജീവന മാർഗം കൃഷിയല്ലേ. അങ്ങനെ അതുകൊണ്ട് അടുത്തടുത്ത് അങ്ങനെ വീട് ഉണ്ടാവില്ല. ഓരോർക്കും ഇങ്ങനെ പറമ്പുള്ളത് കൊണ്ട് കുറച്ച് ദൂരമായിരിക്കും വീടുകൾ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഏരിയയിലൊന്നും നിങ്ങൾ വേറെ വീട് അധികം കാണുകയില്ല. പിന്നെ അങ്ങ് ദൂരം ഉള്ളത്, അത് മരമൊന്നും മറിഞ്ഞ് കാണില്ല. ഇതാട്ടോ ഞങ്ങളുടെ കിണർ. നമുക്ക് എന്ത് മടുത്ത് വരുമ്പോഴോ വെയിലത്ത് വരുമ്പോഴോ ക്ഷീണിക്കുമ്പോൾ ഒക്കെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കോരി കുടിച്ചാലുണ്ടല്ലോ, പ്രത്യേകിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര പ്യുവർ വെള്ളമാണ്. ഈ മലനിരയിൽ ഒലിച്ചിറങ്ങി മണ്ണിലൂടെ അരിച്ചിറങ്ങി ഊർന്നിറങ്ങുന്ന വെള്ളമല്ല, എപ്പോഴും ഉറവയുള്ള കിണറാണ്. അപ്പം അത്ര ശുദ്ധമായ വെള്ളമാണ്. അങ്ങനെ ഇതിപ്പം നമ്മുടെ മഴ കുറച്ച് തോർന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോയാലോ? വായോ. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മടി എന്ന് പറഞ്ഞൊരു കാര്യം. മുന്നേ പ്രശ്നമില്ലായിരുന്നു, ഇപ്പോഴാണ് നടക്കാത്തതുകൊണ്ടുള്ള മടി. ഈ 2 സൈഡിലും കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനേക്കാളും ഇങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കുറഞ്ഞ് വരിക. മഴ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറകിൽ അമ്മയുണ്ട് കേട്ടോ, 2 കുടയും കൊണ്ട് വരുന്നുണ്ട്. എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിച്ച് കാണിക്കാത്തത്. അപ്പം ഇതാ നമ്മുടെ സ്ഥലത്ത് എത്താനായി എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യുന്ന, നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെത്തി. ഇനി താലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണം, വണ്ടി പോകില്ല കേട്ടോ, നമ്മൾ തന്നെ ഇറങ്ങണം കേട്ടോ. നമ്മുടെ സംഭവം
കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ പിക്ചർ കാണുമ്പോഴേ എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് ഞങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മീന്തുള്ളി വാട്ടർഫാൾസ്. നേച്ചേഴ്സ് ഗ്രീറ്റിംഗ് ഇൻ എവറി ഡ്രോപ്പ്. വെൽക്കം ടു മീന്തുള്ളി വാട്ടർഫാൾസ്. അപ്പോൾ പോയാലോ? ബാ. ഇവിടെ വന്ന് ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. കാർ പാർക്കിങ്ങോ നിങ്ങളുടെ വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കാണാം. അതായത് എപ്പോഴൊക്കെയാണ് സന്ദർശന സമയം എന്നുള്ളത്. 9 AM to 6 PM. പിന്നെ അതിനെത്രയാണ് പാസ് വരുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട്. വരുന്നവരെല്ലാം അതും കൂടെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഇനി ഈ തലേക്ക് പോവാം. ഇവിടം തൊട്ട് കുറച്ചൊരു അഡ്വഞ്ചറായിട്ടാണ് നമുക്ക് പോകാൻ പറ്റുക. രസമാട്ടോ ഇതൊക്കെ. ഇവിടെ ഒരു കുട്ടി ബോർഡുണ്ട്. അത് ടിക്കറ്റ് കൗണ്ടർ താഴെയാണ് എന്നുള്ളത് ഒരാരോ കാണിച്ചതാട്ടോ. അതുപോലെ തന്നെ എത്രയാണ് വരുന്നത് എന്നുള്ളത്. അഡൽട്ടിന് 50 രൂപ. അതേപോലെ തന്നെ കുട്ടികൾക്ക്, അതായത് 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് തൊട്ട് 25 രൂപ. അതേപോലെ വിസിറ്റിംഗ് ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ താഴോട്ട് പോകാം. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. അപ്പം അച്ഛൻ ഇതെവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതെവിടെ എൻ്റെ അച്ഛനൊക്കെ കാണിക്കാൻ. അച്ഛൻ നീ പിടിച്ച മുളയെന്ന് മറ്റു ദൂരെ അതാ നിൽക്കുന്നു. അപ്പം ഇറങ്ങാം നമുക്ക്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നത്. അപ്പിതാ നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്തേക്ക് റീച്ചായി. നിങ്ങൾക്കൊരു സൈഡിൽ കാണുന്നുണ്ടാവുമല്ലേ ഇപ്പോൾ. ഞാൻ ഇറങ്ങിയിട്ട് തന്നെ വിശാലായിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ നിന്ന് വ്യൂ ആസ്വദിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. കാരണം നല്ല മഴ കണ്ടിന്യൂസ് ആയിട്ടൊരു 1 വീക്കൊക്കെ പെയ്താൽ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. വെള്ളം കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ സേഫ്റ്റിയാണ് ഇവിടെ മെയിനായിട്ട് ഇവർ നോക്കുന്നത്. അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഇതാ നമ്മുടെ സേഫ് ജാക്കറ്റ്, അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ പോകണമെങ്കിൽ ഇതാ നമ്മുടെ ട്യൂബില്ലേ അതും ഇവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങിയാലോ? ഭയം. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ 1 വീക്കായി വീട്ടിൽ വന്നിട്ട്. അപ്പം തൊട്ട് നോൺ സ്റ്റോപ്പ് മഴയാട്ടോ. ഒരു ദിവസം ഒന്ന് കുറഞ്ഞാൽ മതി, അപ്പോഴത്തേക്ക് വെള്ളം കുറയും. അയ്യേ, വെള്ളം കുറഞ്ഞാൽ എന്താ ഭംഗിയെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? വെള്ളം ഉള്ളതും ഭംഗിയാണ്, ഇവിടെ വെള്ളം കുറഞ്ഞാലും ഭംഗിയാണ്. വെള്ളം കുറഞ്ഞ് അധികം ശക്തിയില്ലാതെ ഒഴുകുമ്പോഴാണെങ്കിലും ഈ താഴെ കാണാനുണ്ടല്ലോ നല്ല ചില്ല് പോലെ ആയിരിക്കും വെള്ളം. താഴെയുള്ള ഓരോ കല്ല് പോലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആണെങ്കിൽ ഇറങ്ങാനൊക്കെ നല്ല സുഖാട്ടോ. ഈ വെള്ളച്ചാട്ടം മാത്രമല്ല, ഈ ഒരു ആംബിയൻസും വേറെ ലെവലാട്ടോ. ചുറ്റും മരങ്ങളും പച്ചപ്പിനിടയിലൊരു വാട്ടർഫോൾസ്. മഴ സ്റ്റാർട്ടായി. എന്നാലും നിങ്ങളെ ഫുള്ള് കാണിക്കാതെ ഞാൻ പോകില്ല കേട്ടോ. ട്യൂബും ലൈഫ് ജാക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിനെല്ലാം ഉപരിയാണ് ഈ കൈവരി കെട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇത് വെള്ളം കൂടിയാലും നമ്മളെ സേഫ്റ്റി നോക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ്. നമുക്കിവിടെ നിന്നിട്ടൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ത്രൂ ഔട്ട് ഇതാ ഈ ഒരു കൈവരി അവർ കെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മീന്തുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മീന്തുള്ളി വാട്ടർഫാൾസ് വരുന്നത്. എല്ലാവരും വരിക, ട്രൈ ചെയ്യുക.
ഇപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരും വരിക, ട്രൈ ചെയ്യുക. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളാട്ടോ, അത്ര ക്ലീൻ വാട്ടറാണ്. നമുക്ക് എത്ര വേണമെങ്കിലും കുടിച്ചാൽ കൂടെ ഒരു പ്രശ്നമല്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ദൂരം പോവാമെന്ന് വിചാരിച്ചതാണ്. കൈവരി ഇല്ലോണ്ട് പ്രശ്നമില്ല കേട്ടോ, നമുക്ക് മെല്ലെ മെല്ലെ പിടിച്ചു പോവാം. തണുപ്പായതുകൊണ്ട് ഫുള്ള് ലെൻസിലെല്ലാം വെള്ളം കയറി. അതായിട്ടൊരു മങ്ങൽ പോലെ ഫീൽ ചെയ്യുന്നത്. ഓ, എന്ത് സുഖമാണെന്നറിയോ. ഞാൻ രാവിലെ തന്നെ വരാൻ കാരണം, ചേച്ചി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ വരാൻ കാരണം എന്താ വെച്ചാൽ ആളും ബഹളം ഒന്നുമില്ലാതെ നിങ്ങളൊന്ന് കാണിക്കാൻ തോന്നിയിട്ടാ. ആ ഒരു കാറ്റും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഇത് അടിക്കുന്നതിൻ്റെ ആ ഒരു തണുപ്പും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, വല്ലാത്തൊരു ആംബിയൻസാണ്. അപ്പോൾ എല്ലാവരും വരിക, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇത് ട്രൈ ചെയ്യാതെ പോയാലുണ്ടല്ലോ അത് ഭയങ്കര നഷ്ടമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഈ തണുത്ത വെള്ളത്തിൽ കുളി കഴിഞ്ഞ് ചൂടോടൊരു കട്ടനും മുട്ട ഓംപ്ലേറ്റും അതൊക്കെ വല്ലാത്തൊരു വൈബ് ഫീലല്ലേ. അപ്പം മസ്റ്റായിട്ട് വരിക, ട്രൈ ചെയ്യുക. അപ്പം ഭയങ്കര മഴ വരുന്നുണ്ട്, വിട്ടാലോ? ഇനിയിപ്പോൾ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാട്ടോ ആ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മഞ്ഞ് പോലെ തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ഷോർട്ട് കട്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമ്മൾ വന്ന വഴിയിലേ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അപ്പോൾ അച്ഛന് ഫോൺ ത്രൂ ഇവിടെ ക്യാമറ ഇല്ലാണ്ട് അച്ഛന് ചെക്ക് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്നേനെ. അപ്പോൾ എന്തെങ്കിലും എമർജൻസി വന്നാൽ അച്ഛൻ്റെ ഈ ഷോർട്ട് കട്ടിലൂടെ ഓടി വരും കേട്ടോ. നല്ല തണുപ്പ്. അയ്യോ, കണ്ട ഷോർട്ടായിട്ടതാ നമ്മൾ കയറിപ്പോയ നമ്മുടെ മെയിൻ റോഡില്ലേ, അത് വലത്ത് വശത്ത് കാണുന്നത്. അങ്ങോട്ട് ജോയിനായി പെട്ടെന്ന് എത്താം. പക്ഷെ നിങ്ങളെപ്പോലെ കാണാൻ വരുന്നവർക്കൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മെയിൻ എൻട്രൻസ് അതാട്ടോ. ഫ്രണ്ടിൽ അച്ഛൻ കാത്തിക്കുന്നുണ്ട്, ബാക്കിൽ അമ്മ ബോഡി ഗാർഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ പറയുക, അതിനനുസരിച്ച് ഞാൻ ബെറ്റർ ആക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.